ഒരു മണ്ടനാണോ കുട്ടികൾ ചെയ്യുന്നത്? പിന്നെ തീർച്ചയായിട്ടും അതെ, അതെന്താ സംശയമില്ല. കാര്യം കൂടെ ഉള്ളവനെയൊക്കെ വിശ്വസിക്കുകയും പിന്നെ ഒരുത്തും ചിരിച്ചു കാണിക്കും സൗഹൃദമാണെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വർത്താനം പറയുകയും ചെല്ലാൻ ചെയ്യുന്നവൻ പിന്നെ മണ്ടനല്ലേ. തീർച്ചയായിട്ടും ആണ്. അത് തന്നെയാണ് എനിക്ക് ഈ പറ്റിയിട്ടുള്ളത്. മണ്ടനെ തന്നെ വേണമായിരുന്നു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഞാനൊരു മണ്ടി ചോദിച്ചിട്ടുണ്ടോ? ആയതുകൊണ്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഷെറി എത്ര നല്ല സ്വഭാവ ഷെറിക്ക്, ഇങ്ങനെ ഇത്രയും നല്ലൊരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇവരെന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. അവർക്ക് എന്ത് പ്രശ്നമാണെങ്കിലോ എൻ്റെ കാര്യങ്ങൾ മാറ്റി വെച്ച് ഞാൻ പോകും. അങ്ങനെ കൂടെ നടന്ന ആൾക്കാരുടെ അടുത്ത് നല്ല പണി കിട്ടി. സ്ത്രീകളാ. ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ പിടിക്കത്തില്ല. ഒരു സ്ത്രീയെ പിടിക്കാതിരിക്കുള്ളൂ. മനസ്സിലായോ? ആണുങ്ങൾ അങ്ങനെ ചതിക്കൂല. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ഒരു സ്ത്രീയാണോ? 101%. എനിക്ക് പണി കിട്ടിയത് മൊത്തം സ്ത്രീകളുടെ അടുത്തുനിന്നാണ്. ഭയങ്കര ക്രിമിനൽസ് ആയിട്ടുള്ള, പക്ഷെ നമുക്കറിയില്ല അവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ ഭയങ്കര നല്ലതായിരിക്കും. സ്ത്രീകളെ കൂടെ നിന്ന് ചതിക്കൂ, സൂക്ഷിച്ചോ, ഞാനതേ പറയുന്നുള്ളൂ. എല്ലാവരും അല്ല, ചില സ്ത്രീകൾ കുറച്ച് ഒരു 100 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 സ്ത്രീകൾ. അത് അനുഭവമുണ്ട് രണ്ടുപേർക്കും അല്ലേ? നല്ല അനുഭവമുണ്ട്. സംസാരിക്കാൻ പേടിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക്? ഇപ്പൊ ഞാൻ പറയും ചേട്ടൻ ഈ സ്ത്രീകളുടെ അടുത്ത് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട, എനിക്ക് പേടിയാ. കാരണം എനിക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് മതിയായി. മനസ്സിലായില്ലേ? ഫൈറ്റ് ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. തീർച്ചയായും ഒരു 8 മാസം നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ കാരണം ആൾക്കാർ എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല. കാരണം ഇവരിങ്ങനെ നോക്കി നിൽക്കായിരിക്കും. അപ്പൊ നമ്മൾ ഇവൻ അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ, ഈ സ്ത്രീത്വം എന്ന് പറഞ്ഞ വാക്ക് പറയാൻ പോലും യോഗ്യത ഇല്ലാത്ത അവരിടുന്ന കമന്റ്സിലുള്ള വേർഡ്സ്, അവരുപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. മലരെ, തേനെ, പോട, വാട, ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് ഇതിന് എതിരെ പറയുന്നത്. അല്ല, മാന്യമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഭാഷ ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ എത്രയോ സ്ത്രീകൾ, വക്കീലന്മാർ, അവരൊക്കെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ജയൻ ചേട്ടാ നിങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് മതി. ഇതില് ഞാൻ എത്രയോ പേര് എന്നോട് പേഴ്സണൽ ചോദിച്ചിരിക്കുന്നു, മെസ്സഞ്ചറിൽ ചോദിച്ചിരിക്കുന്നതിന്റെ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് സംഭവങ്ങൾ, എന്തായാലും നിങ്ങൾ അങ്ങനെ ചോദിക്കാനൊരു മനസ്സ് കാണിച്ചതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വോയിസ് ഒന്നും ആർക്കും കേൾക്കൂല. അത് അവരും ഇടൂല, കേൾക്കാനും ആർക്കും താല്പര്യം. ഒരു ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, അല്ല കൂടെ നിൽക്കണം. പക്ഷെ കുട്ടികൾ ചേന്ദ്രന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാൻ വസന്തി ഒരു അഡ്വക്കേറ്റ് വല്ലതും ആണോ? കൂടെ നിൽക്കാൻ എന്തിനാ അഡ്വക്കേറ്റ് ആവുന്നത്? അല്ല, സംസാരം അത്രയും ഉണ്ട്, സംസാരിക്കണല്ലോ. കാരണം അല്ല, ഞാനില്ലായിരുന്നു. ഞാനതല്ല ഇപ്പൊ ആലോചിക്കുന്നത്, ഇതിൽ ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിച്ചതാണോ അതോ അല്ല, ഇത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഞാനൊറ്റ ചോദിക്കുന്നു. കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെ ചേട്ടൻ്റെ കൂടെ ഒരു ഇന്റർവ്യൂവിന് പോലും എവിടെ എന്നെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ 10 വട്ടം ആലോചിക്കണം. നമ്മളൊരു കമന്റ് ഇടുകയാണെങ്കിൽ പോലും, ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ പോലും എനിക്ക് പേടിയാണ്. കാരണം ആളെന്തെങ്കിലും പ്രശ്നം ആയിട്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞാൽ പിന്നാലെ ഓടാൻ അച്ഛനോ അമ്മയോ കൂടെ പിറപ്പുകൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളടുത്ത് അത്രയും ഇതായിട്ട് നമ്മൾ അങ്ങനെ നോക്കിക്കൊണ്ടെടുക്കുന്ന ഒരു മനുഷ്യൻ, എൻ്റെ ഫാമിലി അങ്ങനെ നോക്കിയിട്ടുള്ള ആളാണ്. അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്? അല്ലേ? നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? പറയേണ്ടത് എവിടെയാണെങ്കിലും ആരുടെ മുഖത്ത് പറയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചേട്ടൻ ഇതിന് പ്രതികരിച്ചിട്ടില്ല. ഞാനിത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് എടി ഇങ്ങനെ ചേട്ടൻ മോശം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ തിരിച്ച് പറഞ്ഞു കൊടുക്കുക അവരുടെ അടുത്ത്. അപ്പം ചേട്ടൻ എനിക്കൊന്നും പറയാനില്ല. അപ്പം ഞാനായിട്ട് ബലമായിട്ട് പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ പറഞ്ഞ മാന്യമായിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് അവർക്കെന്താ, അവർക്ക് ഫേമസ് ആവാൻ എന്നാ പിന്നെ ഈ പറയുന്ന കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മക്കളെ വാട്ടർ ടാങ്കിൽ മുക്കി കൊല്ലുന്ന സ്ത്രീകളുള്ള നാട്ടിൽ അവർ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്നില്ല? നമ്മൾ ആലുവയിൽ കണ്ട് അമ്മയെ മോൻ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കണ്ട് അവനെ പോയി വെട്ടിക്കൊല്ലുന്നില്ല. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരെ, പാവമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ തലയെ കയറാന്ന് വെച്ചിട്ട് ആരും വരണ്ട. ഞാൻ ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കും. നടക്കൂല, ഉറപ്പായിട്ട് നടക്കൂല. ഏത് ഭാഷയിലും ഇങ്ങോട്ട് പറയുന്നു സെയിം അതേപോലെ ഞാൻ തിരിച്ചു കൊടുക്കും.